മ്യൂസിയം ഓഫ് ആർട്ട് ആൻഡ് ഫോട്ടോഗ്രഫിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി ഡച്ച് വെയർഹൌസിൽ നടന്നുവരുന്ന മൈൽഡ് ടൂത്ത് ഓഫ് മിൽക്ക് എന്ന പ്രദർശനത്തിന്റെ ഭാഗമായി പ്രമുഖ ഡച്ച് കലാകാരി അഫ്ര എയ്സ്മയുമായുള്ള സംവാദവും ശില്പശാലയും സംഘടിപ്പിച്ചു. യുദ്ധം, ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ, മാനസികാരോഗ്യം തുടങ്ങിയ ഗൗരവമേറിയ സാമൂഹിക വിഷയങ്ങളെ തൻ്റെ കലാസൃഷ്ടികളിലൂടെ ആവിഷ്കരിക്കുന്ന ഇവർ കലയിലൂടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും വിശാലമായ ഇടം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. 2 ദിവസങ്ങളിലായി നടന്ന ശില്പശാലയിൽ സോക്സുകളും മറ്റ് തുണിത്തരങ്ങളും ഉപയോഗിച്ച് പാവകളെ നിർമ്മിക്കുന്ന രീതിക്ക് അഫ്ര എയ്സ്മ നേതൃത്വം നൽകി. ഇതിനോടൊപ്പം തന്നെ പ്രശസ്ത കലാകാരിയും ഇന്ത്യ ആർട്ട് പ്രോജക്റ്റ് ക്യൂറേറ്ററുമായ സിമി മേരിയുടെ നേതൃത്വത്തിൽ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നെയ്ത്ത് ശില്പശാലയും അരങ്ങേറി. പഴയ തുണിത്തരങ്ങളും നൂലുകളും ഉപയോഗിച്ച അർത്ഥവത്തായ സൃഷ്ടികൾ രൂപപ്പെടുത്തിയ ഈ പരിപാടിയിൽ നിരവധി കലാസ്വാദകർ പങ്കാളികളായി. തൻ്റെ സൃഷ്ടികൾ ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്നവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള സന്ദേശം മാത്രമല്ലെന്നും മറിച്ച് പ്രദർശനത്തിനെത്തുന്നവർക്ക് കലയെ ശാന്തമായി തൊട്ടറിഞ്ഞ് ആസ്വദിക്കാനുള്ള ഒരിടം കൂടി ഒരുക്കുകയാണെന്നും അഫ്ര എയ്സ്മ വ്യക്തമാക്കി. And the works there are by Warrior Garments. They talk a lot about anger, but also about kind of resilience, and it's messages of like transforming anger kind of into a like maybe tool for change. So my work deals a lot with like heavier topics like sexual violence, and finding also a possibility to make it more of a topic that we can talk about, because it's such a taboo, even though so many of us have experienced it. So I wanted to create works that would allow me to kind of wear my anger but also take it off, and that have kind of like they're kind of gigantic, so you're really looking up to them, so you can't deny them, and inside of them there's a lot of like personal messages that I've written down that you can read.